മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പാലക്കാട് കുമരംപുത്തൂരിൽ നിപ്പ ബാധിച്ച് മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുകയാണ്. ആശങ്കയുള്ള സാഹചര്യമാണ്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ രോഗി സഞ്ചരിച്ച വഴികളാണ് ഈ റൂട്ട് മാപ്പിലുള്ളത്. എന്തായാലും ആ റൂട്ട് മാപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ വയോധികൻ നിപ്പ ബാധിച്ചു മരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് പാലക്കാട് ജില്ല. 4ഓളം ആശുപത്രികളിൽ സന്ദർശനം നടത്തിയ രോഗിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു. കഴിഞ്ഞ 6-ാം തീയതി രാവിലെയാണ് വയോധികന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും സന്ദർശിച്ചു. 8-ാം തീയതി രാവിലെ 9:30 മുതൽ 1 മണിവരെ വട്ടമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. 11-ാം തീയതിയോടെയാണ് രോഗിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 12-ന് വൈകിട്ടോടെ മരിച്ചു. രോഗി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നും രോഗിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു ബന്ധുവിനെയും ആരോഗ്യ പ്രവർത്തകയെയും പനിയെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ പരമാവധി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളും മണ്ണാർക്കാട് നഗരസഭയിലെ 17 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്.